ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നമുക്ക് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് ഒരു സന്ദേശം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം 19-ാം വാക്യവും 27-ാം വാക്യവും വായിച്ച് കേൾക്കാം. Jeremiah chapter 32 verse 19 and 27. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഓരോരുത്തനും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. വാക്യം 27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? പ്രവാചകനായ യിരെമ്യാവ് പ്രവചിക്കുന്ന കാലഘട്ടങ്ങളിൽ അവൻ പ്രവചിക്കുന്ന 2 പ്രധാന വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. അതിനകത്തുനിന്ന് ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ഒന്നാമത്തെ പ്രവചനം ശ്രദ്ധിക്കുക. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഒന്ന് കൈകൊടുത്തു പറ, അവൻ ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. ജീസസ്. 3 തരത്തിലുള്ള ആലോചനകൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണമേ. മനുഷ്യന്റെ ആലോചന, 2 പിശാചിന്റെ ആലോചന, 3 ദൈവത്തിൻ്റെ ആലോചന. ഒന്നുകൂടെ പറയാം. 3 തരത്തിലുള്ള ആലോചനകൾ ഭൂമിയിലുണ്ട്. 1 മനുഷ്യൻ്റെ ആലോചന, 2 സാത്താൻ്റെ ആലോചന, 3 ദൈവത്തിൻ്റെ ആലോചന. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് പറയാം, മനുഷ്യൻ്റെ ആലോചനയെ പേടിക്കണ്ട, പിശാചിൻ്റെ ആലോചനയെ പേടിക്കണ്ട, ദൈവത്തിൻ്റെ ആലോചന മുറുകെ പിടിച്ചാൽ മതി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ തകർച്ച കാണാൻ പലരും കൊതിക്കുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഒരാമയും പറഞ്ഞാട്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവൻ്റെ ആലോചനയാൽ നിന്നെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നോട് ദൈവാത്മാവ് ഈ വചനം എടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇന്ന് മനുഷ്യൻ്റെ ആലോചനകൾ ക്യാൻസൽ ആകപ്പെടും, സാത്താൻ്റെ ആലോചനകൾ ക്യാൻസൽ ആകപ്പെടും. മറിച്ച് ദൈവത്തിൻ്റെ ആലോചന നിന്റെ വീട്ടിൽ ചുരുട്ടി വെച്ച പാം നിവർത്തിയിടുന്നത് പോലെ ദൈവാലോചനയെ നിന്റെ വീടിനകത്തും നിവർത്തിയിടാൻ എൻ്റെ ദൈവം പദ്ധതിയിടുക.
ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങുന്നു ബ്രദർ, നിന്റെ ലൈഫിൽ തുടങ്ങി വെച്ചതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ആമേ, നീ എൻഡിങ്ങിൽ എത്തിയിട്ടില്ല, നിന്നെ തുടങ്ങിയതേ ഉള്ളൂ. ആമേ, പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ എടുക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പിറുപിറുപ്പിക്കുന്ന മനുഷ്യാലോചനകൾ ക്യാൻസലായി പോകട്ടെ. പിശാച് ഒരുക്കി വെച്ച ആലോചനകൾ ക്യാൻസലായി പോകട്ടെ. എന്ന ദൈവത്തിന്റെ ആലോചന നിറവേറി വരട്ടെ. ശ്രദ്ധിക്കുക. ആമേൻ. ഞാൻ എപ്പോഴും ഓർപ്പിക്കാം, കർത്താവിന്റെ സ്തോത്രം, ഓരോ ദൈവ പൈതലിനും വേണ്ടത് മിടുക്കോടെ ജീവിക്കുവാൻ, കഴിവോടെ ജീവിക്കാൻ ഒരു ശക്തിയല്ല വേണ്ടത്, മറിച്ച് ഓരോ വ്യക്തിക്കും വേണ്ടത് ദൈവത്തിന്റെ ആലോചനയാണ്. ആമേൻ. മുമ്പിൽ എന്തുമാത്രം പ്രതിബന്ധമുണ്ടെന്ന് അറിയുന്നതല്ല ആലോചന, നീ എങ്ങനെ നടക്കാൻ പോകുന്നെന്ന് അറിയുന്നത് ആലോചന. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനൊരു കാര്യം പറയാം, മനുഷ്യാലോചനയ്ക്ക് അതിൻ്റെ ശക്തിയുണ്ട്, പിശാചിന്റെ ആലോചനയ്ക്ക് അതിന്റെ ശക്തിയുണ്ട്. ആമീൻ. എന്നാൽ ദൈവാലോചന മുറുകെ പിടിക്കുന്ന ഒരുവന് ഇതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആമീൻ. എങ്ങനെയാ ദൈവാലോചന ലഭിക്കുന്നത്? ദൈവാലോചന നമുക്ക് പ്രാർത്ഥിക്കുമ്പം ആലോചന കിട്ടാത്തത് കൊണ്ട് നമ്മളത് പ്രാർത്ഥിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരാടുകൾ ചെന്നിട്ട് പറയാം, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നോടുള്ള ദൈവാലോചന അറിയിക്കണം. നോ നോ നോ. നിന്നെ അറിയിക്കാനുള്ളതാണെങ്കിൽ നിന്റെ വീട്ടിൽ വന്നായാലും ദൈവം അറിയിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. ആലോചന അറിയാനുള്ള ഏറ്റവും വലിയ വഴി ഞാൻ പറഞ്ഞു തരാം. ബൈബിൾ എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. ബൈബിൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്. ആ സംസാരിച്ച വാക്യം നിന്നോടുള്ള ആലോചനയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അത് മുറുകെ പിടിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവം പറഞ്ഞ ദൂത് പറയാം, പാം നിവർത്തിയിടുന്നത് പോലെ നിന്റെ വീടിനകത്ത് ദൈവാലോചന ദൈവം നിവർത്തിയിടും. 2016 പുതിയ സാമ്പത്തിക വർഷം നീ വിശ്വാസ കണ്ണാൽ പറയണം, പിശാചിന്റെ പദ്ധതി നടക്കത്തില്ല, മനുഷ്യന്റെ പദ്ധതി നടക്കത്തില്ല, ദൈവത്തിന്റെ ആലോചന മാത്രം നിറവേറട്ടെ. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളുടെ മനസ്സിനെ എല്ലാം ഈ വചനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ തുടക്കത്തിലെ പറയാം, പ്രവാചകൻ പ്രവചിക്കുക, അവൻ ആലോചനയിൽ വലിയവൻ. അടുത്ത പദം നിങ്ങൾക്ക് പ്രവൃത്തിയിൽ. അതിനർത്ഥം എന്താ? ആലോചന പറഞ്ഞാൽ പ്രവർത്തിപ്പാൻ അവൻ ശക്തൻ. നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ അളവ് നടക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ അത് നടത്താൻ ശക്തനാണ്. ഉറപ്പുള്ളവരെ ആമേൻ പറയാവോ? നിന്നോട് ദൈവം പറഞ്ഞ ഒരാലോചനയും മാറിപ്പോകത്തില്ല, നീ കേട്ട ഒരു ശബ്ദം മാറിപ്പോകത്തില്ല. എനിക്ക് പരിശുദ്ധാത്മാവ് ദൂത് തരുന്നു, അല്പം കാലതാമസം വന്നാലും നിന്റെ വീട്ടിനകത്ത് ആലോചന നിറവേറും, നിന്റെ സന്തതിയുടെ മേൽ ആലോചന നിറവേറും, നിന്റെ ബിസിനസ്സിന്മേൽ ആലോചന നിറവേറും. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ദൂതൻ്റെ അകത്ത് കിടന്ന് തിളയ്ക്കുകയാ. പ്രൈസ് ഗോഡ്. ആമേൻ. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ തിരുവല്ല ചർച്ചിനകത്ത് പ്രസംഗിച്ച കൂട്ടത്തിൽ മനുഷ്യാലോചനയെ കുറിച്ച് കർത്താവിന് സ്തോത്രം വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തെ ഒന്ന് തൊട്ടു. പ്രൈസ് ഗോഡ്. അതിൽ നിന്ന് ചെറിയൊരു സമ്മറി നിങ്ങളോട് പറഞ്ഞിട്ട്, എന്താ പിശാചിൻ്റെ ആലോചന, എന്താ ദൈവത്തിൻ്റെ ആലോചന? നമ്മൾ അറിയേണ്ടത് സാത്താൻ്റെ ആലോചനയല്ല, ദൈവത്തിൻ്റെ ആലോചന. ദൈവത്തിൻ്റെ പ്ലാൻ എന്താ? ബ്രദർ, ഇപ്പം നിനക്ക് 1 കോടി കടമുണ്ടോ എന്നല്ല എൻ്റെ ചോദ്യം, നീ ദൈവാലോചന അറിഞ്ഞോ എന്നാ ചോദ്യം. ഒരാമീൻ പറഞ്ഞാട്ട്. ബൈബിൾ പറയുന്നു, ഞാൻ നിനക്ക് മുന്നമേ പോകും, ദുർഘടങ്ങളെ വെട്ടിമാറ്റും, താമ്രവാതിലുകളെ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കും, വാതിലുകൾ നിനക്ക് മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും കതകുകൾ നിനക്ക് മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ആലോചന പറയുന്ന ദൈവം ഇന്ന് പകൽ നിനക്ക് മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. അത് വിശ്വാസത്താൽ കാണുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. എനിക്ക് നാം എല്ലാം ഈ കൃപയിൽ ഉറച്ചു നിൽക്കുവാൻ കാരണം, സങ്കീർത്തനത്തിലെ ഒരു ഭാഗം 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. Psalms 32 verse 8 വായിച്ചാട്ടെ. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ ഒരു പ്രവചനം ഇതിനകത്ത് പറയാൻ പോവാ. നീ അറിഞ്ഞിട്ടില്ലാത്ത ചിലത് ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് കാണിച്ചു തരും. പണ്ടെങ്ങോ ഞാൻ കാണിച്ചു തരിക എന്ന പദത്തെ ഒന്ന് തൊട്ടു, ഒന്നുകൂടെ ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മാറയിലെത്തി. മാറയിലെ വെള്ളം എന്നായിരുന്നു? കയ്പ്. എനിക്കാരും കയ്പ് വെള്ളം തരാറില്ല.
ഇസ്രായേൽ കുടിച്ചത് കയ്പ. പ്രൈസ് ഗോഡ്. അവിടെ വായിക്കുന്നു, ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഞാനതിനെ ഇങ്ങനെ പ്രസംഗിക്കും, പരിഹാരമില്ലാത്തതിന്റെ പരിഹാരം ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. ഒരാമയും വരുന്നില്ല. ആരാലും പരിഹരിക്കാൻ പറ്റാത്ത ചിലതിന്റെ പരിഹാരം യേശു ഈ ദിവസങ്ങളിൽ നിനക്ക് കാണിച്ചു തരും. നീ വിശ്വസിക്കണം. അതിനാ നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് പരിഹാരം കാണിച്ചു തരും. നിന്റെ ബുദ്ധി തോറ്റെടുത്ത്, അറിവ് തോറ്റെടുത്ത്, കഴിവ് തോറ്റെടുത്ത് അവൻ നിനക്ക് പരിഹാരം കാണിച്ചു തരും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മാറ മധുരമാക്കാൻ ആര് തീരുമാനിച്ചിരുന്നു? നീ കുടിച്ച അതേ കയ്പ് അത് മൂടി വെച്ച് വേറെ ഉറവ കൊത്തി തുറക്കാനെന്ന് പറഞ്ഞേ? അല്ല, ഏതീന്ന് കയ്പ് കുടിച്ചോ അതിന്ന് തന്നെ മധുരം കുടിച്ചോണം. ഇവിടെ എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. എവിടെ നീ കഴിച്ചിരുന്നോ അവിടെ തന്നെ നീ മധുരിച്ചു പാർക്കും. എവിടെ നീ കരഞ്ഞോണ്ടിരുന്നോ അവിടെ തന്നെ നീ തുള്ളിച്ചാടും. ഇവിടെ വേദോത്സവത്തിലെ നോക്കിയേ, ഒരപ്പൻ പുത്രനഷ്ടം കൊണ്ട് വീട്ടിൽ ഇരുന്ന് കരയുക. ആരാന്ന് വരി പറയാം? യാക്കോബ് പുത്രനഷ്ടം നിമിത്തം വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യുക? കരയുക. തമ്പുരാൻ തീരുമാനിച്ചു, ഇവൻ കരഞ്ഞ മുറിക്കാത്തത് തന്നെ ഇവനെ നൃത്തം ചെയ്യിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. ഒരാമയും വരുന്നില്ല. തൻ്റെ മകനായ യോസഫ് രാജമന്ദിരത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അപ്പനെ കൊണ്ടുപോകാൻ രാജതേരികൾ അയച്ചു. മനസ്സിലായോ? ആൾക്കാരൊക്കെ പറഞ്ഞു, ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയ ഒരു അപ്പനാ. മക്കളെല്ലാം നഷ്ടപ്പെട്ടു പോയി, തകർന്ന് മുടിഞ്ഞ് വീട്ടിൽ കിടക്കാന്ന് പറയുമ്പോൾ ഒരു ദിവസം ആ ഗ്രാമത്തെ ഇളക്കി പൊടി പറപ്പിച്ചുകൊണ്ട് രാജതേരികൾ വരികയാ. ആരെ നോക്കി? യാക്കോബിനെ നോക്കി. എന്തിനാ? കണ്ണുനീരിന്റെ മറുപടി കൊടുക്കാൻ. വിശ്വാസമുണ്ട്. നിന്നോട് ദൂത് പറയാം, എവിടെ കഴിച്ചു പാർത്തോ അവിടെ തന്നെ ഒരു മധുരം വെളിപ്പെടുകയാ. എവിടെ കയ്പ് നീ വലിച്ചു കുടിച്ചോ അവിടെ തന്നെ ഒരു മധുരം വെളിപ്പെടുകയാ. തീർന്നില്ല പറയട്ടെ. അവിടെ എഴുതിക്കുന്നു, അതുണ്ടാകാൻ കാര്യമല്ല, ദൈവം അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ പദത്തെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. ഒന്നുകൂടെ 32 സങ്കീർത്തനം വായിച്ചേ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഇവിടെ ഇച്ചിരി വ്യത്യസ്തമാണ്. നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഒരാമയും പറഞ്ഞാട്ട്. ഒന്നുകൂടെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ്, ദൈവം ചില വഴി കാണിച്ചു തരും. ഇത് അകത്തോട്ട് കയറിയാലേ നിനക്ക് വിടുതലാകത്തുള്ളൂ. കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസം വെച്ച് നിനക്ക് പോകാവുന്ന വഴിയെ കൂടെ ഇപ്പം പോകുന്നേ. നിന്റെ കുടുംബമഹിമ വെച്ച് നിനക്ക് പോകുന്ന, കർത്താവ് പറഞ്ഞ അതൊന്നും അല്ല, വേറെ വഴി ഞാൻ കാണിച്ചു തരാം. നീ തീർന്നു, അയ്യോ ബ്രദറെ ഞാനിപ്പോൾ ഇത്രയും പ്രായമായി, ഇനി എന്ത് ചെയ്യാം? നീ പേടിക്കണേ. വാർദ്ധക്യത്തിലും പച്ചപെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കുന്ന വചനം. അങ്ങനെ നിനക്ക് ഇനിയും വഴി കാണിച്ചു തരാനുണ്ട് ദൈവത്തിന്. പ്രായം കഴിഞ്ഞു പോയെന്ന് നീ പറയുമ്പോൾ നോ, ദൈവത്തിന് വഴി കാണിച്ചു തരാനുണ്ട്. രാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ഈ ആരാധനയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നടന്നു. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഞാനൊരു പ്രവചനം കൂടെ അതിനകത്ത് നിങ്ങളോട് പറയാം. സ്തോത്രം. ഇതുവരെ കാണാത്ത വഴി നിനക്ക് ദൈവം കാണിച്ചു തരും. അത് മാനുഷിക വഴിയല്ല, അത് ദൈവിക വഴിയാ. ഞാൻ ഈ പ്രസംഗിക്കുന്നതെല്ലാം പ്രാർത്ഥനയിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഒരാമീ പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ പുതിയ വഴി കാണിച്ചു തരും. കർത്താവിന് സ്തോത്രം. 32 സങ്കീർത്തനം 8 വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച്. ആദ്യം എന്താ കേൾക്കണം? ഉപദേശം കേൾക്കണം. മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം കർത്താവ് പറയാം, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഉപദേശിക്കും. സ്തോത്രം. നീ നന്നാകേണ്ടടത്തെല്ലാം എന്ത് ചെയ്യണം? നന്നാകണം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക്. അടുത്തത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിന്റെ ചെവിക്കകത്ത് ആലോചന ദൈവം പറഞ്ഞു തരും. ഒരാമയും വരുന്നില്ല. എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റും, എന്തോ ഒരു മുന്നേറ്റം മുമ്പിൽ ദൈവം ഉണ്ടാക്കാൻ പോവുക. ചില ദുരാലോചനകളെ ക്യാൻസൽ ചെയ്തോണ്ട് ദൈവാലോചനകളെ ദൈവം നിവർത്തിച്ചു തരാൻ പോകുകയാ. എനിക്കറിയത്തില്ല, ആരാധന ഇവിടെ നടക്കുമ്പോൾ തന്നെ ചില ദുഷ്ട ആലോചനകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. യോസഫിനെതിരെ വെളിപ്പെട്ടത് സാത്താന്റെ ആലോചനയല്ലായിരുന്നു, മനുഷ്യന്റെ ആലോചനയായിരുന്നു.
അവിടെ മിണ്ടുന്നില്ല. യോസഫ് വരുന്ന കണ്ടപ്പോൾ അവന് സഹോദരന്മാർ പറഞ്ഞു, സഹോദരന്മാർ അവന് വിരോധമായി ദുരാലോചന, അങ്ങനല്ലയോ? വാക്യം ഒന്ന് വായിക്കും. 37 അധ്യായത്തിലാണ്, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 18 വാക്യം. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പ് അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അവന് വിരോധമായി എന്തോ നടത്തി? ദുരാലോചന. ആര് നടത്തി? രക്തബന്ധങ്ങൾ. ഒരാമയും വരുന്നില്ല. ദുരാലോചന നടത്തുമെന്നറിഞ്ഞ ദൈവം യോസഫിന്റെ ഉറക്കമുറിക്കകത്തൊരു ദൈവാലോചന സ്വപ്നത്തിൽ കൊടുത്തു. ഒരാമയും പറയണം. നിനക്ക് ചില വിപത്ത് വരുന്നതിന് മുമ്പ് അതിനെ ജയിക്കുന്ന ദൈവാലോചന നിനക്ക് ദൈവം തന്നിരിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരാമയും പറഞ്ഞാൽ ശ്രദ്ധിക്കേ. യോസഫിനെതിരെ സഹോദരന്മാർ ദുരാലോചന നടത്തുന്നതിന് യോസഫിന് ദൈവം എന്ത് കൊടുത്തു? സ്വപ്നമല്ലെന്ന്, ദൈവാലോചന. അത് സ്വപ്നത്തിലായിരിക്കാം. കുഞ്ഞെ, നിന്നെ അറിയിക്കാനുള്ളത് സ്വപ്നത്തിലും തരും, വെളിപ്പാടിലും തരും, ദർശനത്തിലും തരും. അതിന്റെ കാരണം എന്താ? നിന്നെ ആലോചന അറിയിക്കണമെന്നുള്ള ദൈവ പദ്ധതിയാ. ഒരു ചോദ്യം, യോസഫിന്റെ ഉടുപ്പ് വലിച്ചു കീറിട്ട് പൊട്ടക്കുഴി ഇട്ടപ്പോഴും യോസഫിന്റെ കുലുക്കമില്ലാത്ത തന്നെ അവനറിയാം എന്റെ മേൽ കിടക്കുന്ന ആലോചന ഇതല്ല. വിശ്വാസമുള്ളവരെ ആമയും പറയാവൂ. ആരൊക്കെ നിനക്കെതിരെ കുഴി വെട്ടിയാലും നീ പേടിക്കണ്ട. നിന്റെ മേൽ കിടക്കുന്ന ആലോചന ദൈവികമാണെങ്കിൽ ആ കുഴിക്കകത്ത് നീ കിടക്കത്തില്ല. യേശുവിന്റെ രക്തം ചെയ്യാം. എനിക്കറിയത്തില്ല ആരൊക്കെയോ ഇന്ന് പകൽ വിടുതലെടുക്കുകയാ. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ദൂത് തരുന്നു. മാമി, രക്തബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, നിനക്കെതിരെ ഒരുക്കുന്ന ദുരാലോചനകളെ കണ്ട് നീ പേടിക്കണ്ട. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ദൈവാലോചന അറിയാൻ ശ്രമിക്കുക. ദൈവാലോചന. നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വന്നേക്കാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, എപ്പോഴും പ്രശ്നങ്ങൾ ആത്മീക ജീവിതത്തിനെതിരെ വരത്തുള്ളൂ. അതാണ്ട് രാമ്യം എന്നില്ല. ആ പ്രശ്നം വന്നാൽ നിന്റെ പ്രാർത്ഥന നിൽക്കും, നിന്റെ ആരാധന നിൽക്കും, നിന്നെ പിന്നെ പിശാചിന് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. എന്നാൽ വചനത്തിലും പ്രാർത്ഥനയിലും നിൽക്കുന്ന ഒരുവനെ പിശാചിന് തൊടുവാൻ പറ്റത്തില്ല. കാരണം എന്താ കാര്യം? അവൻ ദൈവകൃപയിലാ നിൽക്കുന്നേ. വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറഞ്ഞാട്ട്. നിന്റെ പ്രാർത്ഥന കുറയുന്ന, വിശ്വാസം കുറയുന്ന, പ്രത്യാശ കുറയുന്ന, ധൈര്യം കുറയുന്ന യാതൊരു കാര്യത്തിനും ഇടപെടരുത്. കാരണം പറയാം, നിന്റെ മേൽ കിടക്കുന്ന ആലോചന നിവർത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇങ്ങോട്ട് വന്ന് ഞാൻ പറയാം, അപ്പൊപ്പതിയും പിടിച്ചോണ്ട് വരുന്ന യോസഫിന്റെ ഉടുപ്പിന്റെ ബട്ടൺ വലിച്ചു പൊട്ടിച്ചപ്പോൾ യോസഫ് ചിരിച്ചോണ്ട് നിന്നു. അങ്ങനെ ചിരിക്കാൻ കൃപ ഉണ്ടാകണം. അതിന്റെ കാരണം പറയാം, എൻ്റെ ദർശനം ഇതല്ല, എൻ്റെ മേൽ കിടക്കുന്ന ആലോചന ഇതല്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങളുടെ മേൽ കിടക്കുന്ന ആലോചന ഇതല്ല? ഞാൻ തുറന്നു പറയാം, ഏതോ ഒന്നിന്റെ തുടക്കം മാത്രമേ വെളിപ്പെട്ടുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യേശുവിന് നേരെ മനുഷ്യാലോചന ഇല്ലായിരുന്നോ? ഈ ഒരു വാക്യം പെട്ടെന്ന് വെച്ച് മത്തായി സുവിശേഷം എടുത്തേ പെട്ടെന്ന്. മാത്യു ചാപ്റ്റർ 12 12 അധ്യായം 14 വാക്യം. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശുവിനെ വിട്ടില്ലേ, നിന്നെ വിടുവോ? ഒരു ഗ്ലോറി. കുഞ്ഞെ, മനുഷ്യാലോചന പലതും നടക്കും. പക്ഷെ ദൈവാലോചന മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മനുഷ്യാലോചന പേടിക്കേണ്ട ആവശ്യമില്ല. ആ സാഹചര്യം 9 വാക്യം. അവൻ അവിടെ വിട്ടവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. നോക്ക്, ആരാ എൻ്റെ അടുക്ക് വന്ന് മോന്തനെ അടുക്കരിക്കുന്ന? വാ. കൈ വരണ്ട ഒരു മനുഷ്യൻ, കൈ ചുരുണ്ട ഒരു മനുഷ്യൻ, ഇങ്ങനെ ചുരുണ്ട ഒരു മനുഷ്യൻ, അങ്ങനെ അതിൻ്റെ അർത്ഥം. ഇവൻ്റെ ഈ കൈ പോലല്ല ഈ കൈ, ഇത് ചുരുണ്ടുപോയി. യേശു ദൈവാലയത്തിൽ വന്നപ്പോൾ തന്നെ ഇവനെ നോട്ടമിട്ടു. കർത്താവ് അങ്ങനെ. കർത്താവ് ചിലതിനെ നോട്ടമിട്ടേ വരത്തുള്ളൂ. ഒരു ശുശ്രൂഷയിൽ എല്ലാവർക്കും വിടുതൽ കിട്ടത്തില്ല, പക്ഷെ ചിലരുടെ വിടുതൽ ഉറപ്പാ. ഒരാമയും പറഞ്ഞാട്ട് യേശു അവനെ നോട്ടമിട്ടുടനെ പരീശന്മാർ വന്ന് ചോദിക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചേ. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തിന് ഒരു ആടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? ഈ ഒരാൾ ചോദിച്ചു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് 1500 ആടുള്ള പുള്ളിയാ ചോദിച്ചേ. പുള്ളിയോട് ചോദിച്ചേ, നിന്റെ ഒരാട് കിണറ്റി വീണാൽ
നീ ആടിനെ കിണറ്റിലിട്ടേച്ച് നീ വള്ളി വരുമോ അതോ ആടിനെ കയറ്റുമോ എന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. ഗ്ലോറി. പിന്നെ അവൻ ഇനി ജീവിതത്തിൽ അവൻ ചോദ്യം ചോദിക്കത്തില്ല. ചിലരുടെ ചോദ്യത്തിനൊക്കെ തമ്പുരാ ഒറ്റ മറുപടി കൊടുത്താൽ പിന്നെ ചാവുന്നതിനെ വരെ ചോദിക്കത്തില്ല. അടുത്ത വയലും. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്ന വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അടുത്തത്, പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി. അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി. മതി അത് പറയാനാ. അമ്മി, നിനക്ക് എതിരാളി ഉണ്ടാകാൻ അധിക കാര്യമൊന്നും വേണ്ട. ആരും ചെയ്യാത്ത നീ ചെയ്യാമേ നിനക്ക് എതിരുണ്ടാവും. പക്ഷെ എതിരുണ്ടാകുമ്പോൾ ഓർത്തോണം, നിന്റെ മേൽ കിടക്കുന്ന ആലോചന ഭയങ്കരവാ. ഒരാമയും പറഞ്ഞാട്ട് എതിരിനോട് തിരിച്ചെതിർക്കാൻ പോകരുത്. കാരണം എതിരല്ല നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ മേൽ കിടക്കുന്ന ആലോചനയാ. കുഞ്ഞെ, ഞാനൊരു സത്യം പറയാം, ആരൊക്കെ നിന്നെ എതിർത്താലും നീ മൗനമാകണം. കാരണം നിന്റെ മേൽ കിടക്കുന്ന ആലോചന ദൈവികമാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ കിടക്കുന്ന ആലോചന എന്റെ ദൈവം നിവർത്തിച്ചെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എനിക്കറിയത്തില്ല, എവിടൊക്കെയോ ദൈവത്തിന്റെ ആലോചന മുഴങ്ങുകയാ. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് ആ ആലോചന ദൈവം നിവർത്തിച്ചോണ്ട് വരട്ടെ. യോസഫിനെ പൊട്ടക്കുടിക്കകത്ത് ഇട്ടു. തിരിച്ചവനെ അവിടുന്ന് കയറ്റി. ആര് ഇട്ടവര് തന്നെ. ഒരാമയും വരുന്നില്ല. ഞാൻ നിന്നോടൊരു ആലോചന നിന്റെ പേരുണ്ടോ? നിനക്ക് കുഴി വെട്ടിയവനും നിന്നെ തള്ളിയിട്ടവനും അതേ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റും. അവന് കയറ്റാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വീണവന്റെ മേൽ കിടപ്പുണ്ട് ആലോചന. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട്. പൗലോസ് 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ അതിരിയാക്കടയിൽ ഒലഞ്ഞിട്ടും കപ്പൽ പൊട്ടിട്ടും പൗലോസ് ചാകാന്ന രഹസ്യം എന്താ? അവന്റെ മേൽ ആലോചനയുണ്ട്. മെലിത്തയിലെ പാമ്പ് ചീറി വന്നിട്ട് പൗലോസിനെ തൊട്ടില്ല. കാരണം അവന്റെ മേൽ കിടക്കുന്ന ആലോചനയാണ്. ഒരാമയും പറഞ്ഞാട്ട്. മരണകരമായ യാതൊന്ന് കടിച്ചാലും നിനക്ക് ഹാരി വരാത്തതിന്റെ രഹസ്യം നിന്റെ മേൽ കിടക്കുന്ന ദൈവാലോചനയാ. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതൊരാലോചന നിവർത്തിക്കുന്ന മാസമാണ്. നീ വിശ്വാസ കണ്ണാൽ നോക്കിക്കൊണ്ട് പറയണം, നിന്റെ മേൽ കിടക്കുന്ന ആലോചന നിവർത്തിയാകാൻ സമയമായി. പേരെന്തുവാ? സാലി. ജീസസ്. എത്ര നാളായിട്ട് ഈ കൈ ഒടിഞ്ഞ് ഇങ്ങനെ? 3 മാസമായി. 3 മാസമായി. 3 മാസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഒക്ടോബർ 16-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഫിസിയോതെറാപ്പി ജില്ലാ ആശുപത്രി വന്നതാ. എന്നിട്ട് വന്ന വഴിക്ക് ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കയറിയതാ. ഇവിടെ വരുന്നിടം വരെ വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് വേദനയില്ല. ഒരു വേദനയില്ല. ആ കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. നോക്കിയേ, ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീൽ ഇട്ടിട്ടുണ്ടോ? സ്റ്റീൽ ഇട്ട കയ്യ, അത് പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വെച്ച കൈ പൊക്കി പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ? തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.